ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നില്ലേ? ഇൻ്റഗ്രേഷൻ ഡേ 2 എക്സാം ഈസി ആയിരുന്നു അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. നിങ്ങളുടെ പാരൻസിനൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാകും. നിങ്ങൾ എന്ത് എഴുതിയെന്ന് അവർക്ക് ചോദിക്കണ്ടേ നിങ്ങളോട്? അപ്പോൾ ക്വസ്റ്റ്യൻ അവർ അറിയണ്ടേ? ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം അല്ലേ? ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്കായിട്ട് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് ഒരുങ്ങുന്നുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായിട്ട് അവരെ എളുപ്പത്തിൽ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട് കേട്ടോ. പാരൻസ് ദയവായി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇതിൽ അഡ്മിഷൻ എടുപ്പിക്കുക. അവർ നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും പഠിക്കും. അതിനു പുറമെ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ ചില കുട്ടികൾ കുറച്ച് പുറകിലോട്ടാണ്. അവർക്കായിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നൽകുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ സബ്ജക്ട്സിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ഒരുക്കി 1ാം ക്ലാസ്സിലേക്ക് വിടുകയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ അവരുടെ പഠനം എളുപ്പ രീതിയിലാകും. അതിനായിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 3ാം ക്ലാസ്സിലെ കുട്ടികളും ഇപ്പോൾ ബാക്കിലാണ് അക്ഷരങ്ങൾ എഴുതുന്നതിലും. അതുപോലെ ബേസിക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. LKG, UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ക്രമീകരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ കാലയളവിൽ പഠിക്കുന്ന എല്ലാ ഗ്രാമറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റിനും ഒക്കെ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. PKG, LKG, UKG റെഗുലർ ക്ലാസ് നടക്കുന്നു. മെയ് മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG, LKG, UKG റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. കുറച്ച് വൈകിയാലും എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. STD 2 കേരള സ്റ്റേറ്റ് സിലബസ് കിഡ്സ് ഏരിയ ഓൺലൈൻ ആനുവൽ എക്സാം 2023-2024 ഇൻ്റഗ്രേഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഉദ്ഗ്രഥനം 2ാം ദിവസം. നമ്മൾ എൽസയെക്കുറിച്ചാണ് ഇന്നത്തെ എക്സാമിൻ്റെ കഥാപാത്രം. നമ്മൾ 1ാമത്തെ പ്രവർത്തനം മുതൽ എൽസയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. അങ്ങനെ പ്രവർത്തനം 6 എത്തിയിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ ഡേ 2 ഉദ്ഗ്രഥനം 2ാം ദിവസത്തിൽ പ്രവർത്തനം 6ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൽസയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. യാത്രാവിശേഷങ്ങളാണ് പ്രവർത്തനം 6. യാത്രാവിശേഷങ്ങളാണ്. യാത്ര കഴിഞ്ഞ് ക്ലാസ്സിൽ എത്തിയ എൽസയോട് സുഹൃത്ത് ബിനു യാത്രാവിശേഷങ്ങൾ ചോദിക്കുകയാണ്. ബിനു ചോദിക്കുകയാണ്, എൽസ യാത്ര രസകരമായിരുന്നോ? എൽസ പറഞ്ഞു, എനിക്ക് യാത്ര നന്നായി ഇഷ്ടപ്പെട്ടു. ബിനു ചോദിച്ചു, എവിടേക്കാണ് നിങ്ങൾ പോയത്? അപ്പോൾ എൽസ എൻ്റെ മറുപടി പറയാണ്. എവിടേക്കാണ് എൽസ പോയത്? അപ്പോൾ ബിനു അതിൽ നിന്ന് വീണ്ടും ചോദ്യം ചോദിക്കുന്നു. എൽസ അതിന് മറുപടി പറയുന്നു. അങ്ങനെ യാത്രാവിശേഷങ്ങൾ സംഭാഷണ രൂപത്തിൽ എഴുതുക. അതാണ് 6ാമത്തെ പ്രവർത്തനം. 6ാമത്തെ പ്രവർത്തനം യാത്രാവിശേഷങ്ങൾ സംഭാഷണ രൂപത്തിൽ എഴുതുക. അതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. 7ാമത്തെ പ്രവർത്തനം നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം. ശരിയായ ഭക്ഷണശീലങ്ങൾക്ക് ടിക്ക് മാർക്ക് നൽകണം. ശരി എന്ന ചിഹ്നം അടയാളപ്പെടുത്തുക. രാവിലെ നന്നായി ആഹാരം കഴിക്കണം. ശരിയായ ഭക്ഷണശീലമാണോ? ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം. അത് നല്ല ഭക്ഷണശീലമാണോ? അമിത ആഹാരം നല്ലതാണ്. 3ാമത്തെ വാക്യം ശരിയാണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറി, മത്സ്യം, മാംസം, മുട്ട, പാൽ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നല്ലതാണോ ചീത്തയാണോ? ശരിയാണോ? ശരിയായ ഭക്ഷണശീലമാണോ?
എന്നാൽ ടിക്ക് മാർക്ക് കൊടുക്കുക. നിറവും മണവും ചേർത്ത പലഹാരങ്ങൾ കഴിക്കാവുന്നതാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റ്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു പ്രവർത്തനം 7. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം. അപ്പോൾ ശരിയായ ഭക്ഷണശീലങ്ങൾ മാർക്ക് ചെയ്യുക, അടയാളപ്പെടുത്തുക എന്നുള്ളതായിരുന്നു 7ാമത്തെ പ്രവർത്തനം. അതിനോട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന മറ്റു 2 നല്ല ആഹാരശീലങ്ങൾ എഴുതുക. ഇവിടെ പറഞ്ഞിട്ടുള്ളതിന് പുറമെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് 2 നല്ല ആഹാരശീലങ്ങൾ കൂടി എഴുതണം. ഇതായിരുന്നു പ്രവർത്തനം 7. പ്രവർത്തനം 7ൽ 2 ചോദ്യങ്ങളുണ്ട്. ശരിയായിട്ടുള്ളത് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. ഇതിന് പുറമെ നിങ്ങൾക്കറിയാവുന്ന 2 ആഹാരശീലങ്ങൾ എഴുതുകയും വേണം. അതായിരുന്നു 7ാമത്തെ പ്രവർത്തനം. 8ാമത്തെ പ്രവർത്തനം വിത്ത് വാങ്ങാം. വീട്ടിൽ പച്ചക്കറി തോട്ടം ഒരുക്കണം. എൽസയും കൂട്ടുകാരും പച്ചക്കറി വിത്ത് വിൽപ്പന കേന്ദ്രത്തിലെത്തി. വിത്ത് ഒരു പാക്കറ്റിൻ്റെ വില എഴുതിയിട്ടുണ്ട്. പയർ വിത്ത് ഒരു പാക്കറ്റിന് 23 രൂപയാണ്. വെണ്ട 25 രൂപയാണ്. പാവൽ 22 രൂപയാണ്. മത്തൻ 36 രൂപ. തക്കാളി 20 രൂപ. വഴുതന 14 രൂപ. എൽസ ഒരു പാക്കറ്റ് പയർ വിത്തും ഒരു പാക്കറ്റ് മത്തൻ വിത്തും വാങ്ങി. ആകെ എത്ര രൂപയായി? അപ്പോൾ എൽസ വാങ്ങിയത് ഒരു പാക്കറ്റ് പയർ വിത്ത് മേടിച്ചിട്ടുണ്ട്, ഒരു പാക്കറ്റ് മത്തൻ വിത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരിക? 23 പ്ലസ് 36, 23 അധികം 36 ഈസ് ഈക്വൽ ടു സമം എത്രയാണ് എന്ന് കണ്ടെത്തുക. ആകെ എത്ര രൂപയായി? വിഷ്ണുവിൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. 50 രൂപ പൂർണ്ണമായും ചിലവഴിച്ച് വിത്ത് വാങ്ങാൻ തീരുമാനിച്ചു. എങ്കിൽ അവന് വാങ്ങാൻ കഴിയുന്ന 2 ഇനം വിത്തുകൾ ഏതൊക്കെ? 50 രൂപയുണ്ട്. അപ്പോൾ ഏതൊക്കെ വിത്ത് വാങ്ങിയാലാണ് 50 രൂപയാവുന്നത്? 2 ഇനം വിത്തുകൾ ഏതൊക്കെയാണ്? 50 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്ന 2 ഇനം വിത്തുകൾ ഏതൊക്കെയാ? നമ്മളത് നോക്കുക. 36ഉം 14ഉം ആണോ എന്ന് നോക്കുക. ഓക്കെ. അടുത്ത, വിഷ്ണുവും എൽസയും കൂടി ആകെ എത്ര രൂപയുടെ വിത്തുകൾ വാങ്ങി? എൽസ ഇവിടെ എത്ര രൂപയ്ക്ക് വിത്ത് വാങ്ങി എന്ന് നമ്മൾ കണ്ടുപിടിക്കും. വിഷ്ണു 50 രൂപയ്ക്ക് വിത്തുകൾ വാങ്ങി. എന്നാൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ എത്ര എന്നുള്ളതാണ് ഇവിടെ എഴുതാനുള്ളത്. വിൽപ്പന കേന്ദ്രത്തിൽ 5 രൂപ നിരക്കിൽ പപ്പായ തൈകൾ വിൽപ്പനയ്ക്കുണ്ട്. 10 തൈകൾ വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? 5 രൂപയാണ് ഒരു പപ്പായ തൈക്ക്. അങ്ങനെയാണെങ്കിൽ 10 തൈകൾ വാങ്ങാൻ ഒരു തൈക്ക് 5 രൂപ. അപ്പോൾ 10 തൈക്ക് 10 ഗുണനം 5. ഓക്കെ, അങ്ങനെയാണ്. അങ്ങനെ 10 × 5 എത്രയാണെന്ന് എഴുതുക. പ്രവർത്തനം 8 ഇതായിരുന്നു. പ്രവർത്തനം 9 മുങ്ങുന്നതും പൊങ്ങുന്നതുമായിരുന്നു. പാർക്കിൽ കളിക്കുന്നതിനിടയിൽ പന്ത് തൊട്ടടുത്ത കുളത്തിൽ വീണു. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന പന്ത് അച്ഛൻ എടുത്തു കൊടുത്തു. ഇതുപോലെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ? താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെ പട്ടികപ്പെടുത്തുക. ഇവിടെ കുറച്ച് വസ്തുക്കളുടെ പേര് നൽകിയിട്ടുണ്ട്. അത് മുങ്ങുന്നത് ഏതൊക്കെയാണ്, പൊങ്ങുന്നത് ഏതൊക്കെയാണ്? പൊങ്ങിക്കിടക്കുന്നത്, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അങ്ങനെ തരംതിരിക്കണം. കല്ല്, മരക്കഷ്ണം, ഗോലി, തെർമോക്കോൾ, പച്ചില, മുള, പന്ത്, കോർക്ക്, ടൈൽസ് കഷ്ണം, ഇരുമ്പ് കഷ്ണം. ഇത്രയാണ്. ഇതിൽ താഴ്ന്നു പോകുന്നത് എന്തൊക്കെ, പൊങ്ങിക്കിടക്കുന്നത് എന്തൊക്കെയാണ്? മരക്കഷ്ണം പൊങ്ങിയാണോ താഴ്ന്നാണോ പോവാ? തെർമോക്കോൾ എങ്ങനെയാണ്? പച്ചില എങ്ങനെയാണ്? പന്ത് എങ്ങനെയാണ്? കോർക്ക് എങ്ങനെയാണ്? ടൈൽസ്, ഇരുമ്പ്, കല്ല്. നിങ്ങൾക്കറിയാം മുങ്ങുന്നതും പൊങ്ങുന്നതും. അതങ്ങനെ തരംതിരിച്ച് എഴുതുകാനുള്ളതായിരുന്നു. ടീച്ചർ അത് മറ്റൊരു ക്ലാസ്സിൽ അതിൻ്റെ ഉത്തരം എഴുതുന്നുണ്ട് കേട്ടോ. ജലത്തിൽ അലിയുന്ന 2 വസ്തുക്കളുടെ പേരെഴുതുക. ജലത്തിൽ അലിയുന്ന 2 വസ്തുക്കൾ. ജലത്തിൽ അലിയുന്ന 2 വസ്തുക്കൾ ഏതൊക്കെയാ? പഞ്ചസാര അലിയോ, ഉപ്പലിയോ? ഓക്കെ, 2 വസ്തുക്കളുടെ പേരെഴുതുക. അതായിരുന്നു പ്രവർത്തനം 9. പ്രവർത്തനം 9ൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. മുങ്ങുന്നതും പൊങ്ങുന്നതും വേർതിരിക്കുക, പട്ടികപ്പെടുത്തുക. ജലത്തിൽ അലിയുന്ന 2 വസ്തുക്കളുടെ പേരെഴുതുക. ഇതായിരുന്നു 9ാമത്തെ പ്രവർത്തനം. അവസാന പ്രവർത്തനം, ഇൻ്റഗ്രേഷൻ ഡേ 2ലെ അവസാന പ്രവർത്തനം അലങ്കാരമാല തയ്യാറാക്കാനാണ്. പഠനോത്സവത്തിന് ക്ലാസ് അലങ്കരിച്ച് നോക്കൂ. അലങ്കാരമാല പൂർത്തിയാക്കുക. സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ. 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 ഇവിടെ എന്താണ്? ട്രയാങ്കിൾ, സർക്കിൾ, സർക്കിൾ. സ്ക്വയർ, സ്ക്വയർ, സ്ക്വയർ. ട്രയാങ്കിൾ, സർക്കിൾ, സർക്കിൾ. സ്ക്വയർ, സ്ക്വയർ, സ്ക്വയർ. ട്രയാങ്കിൾ, സർക്കിൾ, സർക്കിൾ. അങ്ങനെ പോകും.
ഇവിടെ നോക്കി, ഈ കോർണറിൽ ഡോട്ട് ഉണ്ട്, അടുത്ത് ഈ കോർണറിൽ ഡോട്ടായി, അടുത്തത് ഇവിടെ ഈ കോർണറിൽ ഡോട്ടായി, അടുത്ത് നമ്മുടെ ഈ കോർണറിൽ ഡോട്ടാവും, വീണ്ടും മുകളിൽ പോകും. അങ്ങനെ എന്താണ്, ഇങ്ങനെ അലങ്കാരമാല തയ്യാറാക്കാനായിരുന്നു 10ാമത്തെ പ്രവർത്തനം. അത് മാത്രമല്ല, ത്രികോണം, വട്ടം, ചതുരം എന്നിവ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കണം. ത്രികോണം, വട്ടം, ചതുരം എന്നുപയോഗിച്ച് ഒരു ചിത്രവും വരയ്ക്കണമായിരുന്നു. ഇനി നിങ്ങൾ വരച്ച ചിത്രത്തിലെ ഓരോ രൂപവും എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തി എഴുതുകയും വേണം. നിങ്ങൾ വരച്ച ചിത്രത്തിൽ എത്ര സ്ക്വയർ, എത്ര ചതുരം ഉണ്ടെന്ന് എഴുതണം, എത്ര സർക്കിൾ, എത്ര വട്ടം ഉണ്ടെന്ന് എഴുതണം, എത്ര ത്രികോണം, എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് എഴുതണം. അതായിരുന്നു പ്രവർത്തനം 10. 10ാമത്തെ പ്രവർത്തനം ഇതായിരുന്നു. ഇൻ്റഗ്രേഷൻ ഡേ 2-ൽ പ്രവർത്തനം 10 വരെയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചെഴുതിയാൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ പറ്റുമായിരുന്നു. എല്ലാവരും എക്സാം എഴുതിയില്ലേ, നല്ലതുപോലെ എഴുതിയില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ടീച്ചർ ഉടനെ ഇടുന്നതാണ് കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. നിങ്ങൾക്കായിട്ട് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് ഒരുങ്ങുന്നുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായിട്ട് അവരെ എളുപ്പത്തിൽ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട് കേട്ടോ. പാരൻസ് ദയവായി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇതിൽ അഡ്മിഷൻ എടുപ്പിക്കുക. അവർ നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും പഠിക്കും. അതിനു പുറമെ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ ചില കുട്ടികൾ കുറച്ച് പുറകിലോട്ടാണ്. അവർക്കായിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നൽകുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ സബ്ജക്ട്സിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ഒരുക്കി 1ാം ക്ലാസ്സിലേക്ക് വിടുകയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ അവരുടെ പഠനം എളുപ്പ രീതിയിലാകും. അതിനായിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 3ാം ക്ലാസ്സിലെ കുട്ടികളും ഇപ്പോൾ ബാക്കിലാണ് അക്ഷരങ്ങൾ എഴുതുന്നതിലും. അതുപോലെ ബേസിക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. LKG, UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ക്രമീകരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ കാലയളവിൽ പഠിക്കുന്ന എല്ലാ ഗ്രാമറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. PKG, LKG, UKG റെഗുലർ ക്ലാസ് നടക്കുന്നു. മെയ് മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG, LKG, UKG റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. കുറച്ച് വൈകിയാലും എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്.